തുടങ്ങൂ സാറേ. Yes, Apu, welcome back to Andapan Talkies, and this is RJ Andapan. With Shion Seji Music once again. Yeah. Yeah, welcome back. നന്ദി. അല്ല, അപ്പോൾ എന്തിനാണ് ഞാൻ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ 2024 അവസാനത്തെ എപ്പിസോഡായിരിക്കും പോഡ്കാസ്റ്റിൻ്റെ. പക്ഷേ ഇത് നമ്മുടെ സീസൺ അവസാനമല്ല, ബിക്കോസ് നമ്മൾ സീസണിൻ്റെ ഒരു പ്രോപ്പർ സ്റ്റാർട്ടിലൊന്നും അല്ല തുടങ്ങിയത്. സോ അപ്പോൾ എനിക്ക് അടുത്ത വർഷം വരേക്കും ഈ സീസൺ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അല്ല, സീസൺ. എന്റെ പോഡ്കാസ്റ്റ് ഇസ് ഓൾ അബൌട്ട് സീസൺ. അപ്പം അങ്ങനെ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. യൂഷ്വലി എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കഴിഞ്ഞ മുമ്പുള്ള എപ്പിസോഡ്സിലും വരുമ്പോഴും പഴയ പോഡ്കാസ്റ്റിലും വരുമ്പോഴും ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വർഷത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് വലിയ എന്താണ് യൂഷ്വൽ ഇയർ പോലെ തന്നെ അതും തീർന്നു എന്ന് മാത്രമേ പറയാറുണ്ടായിരുന്നു. പക്ഷെ 2024 പറ്റി അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അതായത് ഹൗ വാസ് 2024 എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ചിപ്പിയുടെ 2024? ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഐ ടുക്ക് എ ഇയർ ഓഫ്, കംപ്ലീറ്റ്ലി എൻ ഇയർ ഓഫ്. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ 2023 വാസ് ലൈക്ക് ഇറ്റ് വാസ് ഓൾ ബൂമിങ്. എല്ലായിടത്തും നമ്മളിങ്ങനെ നമ്മുടെ പ്രസൻസ് ഭയങ്കരമായിട്ട് ബൂം ചെയ്ത് ഭയങ്കര ഇതായിരുന്നു. അതെ. അപ്പൊ അതിൽ നിന്ന് 2024 ജാനുവരി വരെ അങ്ങനെ പോയി. ആക്ച്വലി അതും ഞാൻ ഇയർ എൻഡ് പ്രോപ്പർ അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. 2024 ജാനുവരി എൻഡ് വരെ അങ്ങനെ ഒരു ഇതിൽ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒരു കാര്യം ചെയ്തിട്ടില്ല. ആക്ച്വലി ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ തുടങ്ങിയതാണ്. അത് പിന്നെ ബ്രേക്ക് ആ വർഷം മുഴുവൻ നീണ്ടു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതെ, വർഷം മൊത്തം ബ്രേക്കായി പോയി. പക്ഷെ കുറെ ജേർണലിസം പഠിച്ചു. അതെ, ജേർണലിസം അതാണ് മെയിൻ ആയിട്ടുള്ള ബ്രേക്കിന്റെ റീസൺ എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ കുറെ പുറകെയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് സംഭവബഹുലമായിട്ടുള്ള മറ്റേ വ്ളോഗർ വിവാദം വരുന്നു. പിന്നെ പരീക്ഷ, ഇന്റേൺഷിപ്പ്. വ്ളോഗർ വിവാദം ഭയങ്കര സംഭവമായിരുന്നു. അതെ, എനിക്ക് തോന്നുന്നു അത് ഓഗസ്റ്റിലായിരുന്നു. ഈ ഫേക്ക് പരിപാടീസ് ഉണ്ടല്ലോ, കണ്ടോട്ടല്ല എന്ന് വെച്ചാൽ ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. എടി ഇവന്മാര് ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 24 റിപ്പോർട്ടറിലാണ്. ഐ മീൻ കൃത്യം എനിക്ക് ഓർമ്മയില്ല. 24 ഇവര് പറയാണ് ക്യാമറയും ആൾക്കാരും എല്ലാവരും കൂടെ നിന്നാണ് ഇത് ഷൂട്ട് ചെയ്തത് എന്റെ മൊബൈൽ ഫോണിൽ. അല്ല, അത് ന്യൂസ് ചാനൽസിന്റെ ഫേക്ക് സംഭവം എന്നല്ല അതിനെ പറയേണ്ടത്. അതിൽ സംഭവിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് കൊടുക്കുന്ന ഇൻഫർമേഷൻ എത്ര ട്രസ്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അതിനെ വെള്ളം തൊടാതെ വിഴുങ്ങുകയല്ല ഒരു ന്യൂസ് പേഴ്സൺ ആസ് എ ജേർണലിസ്റ്റ് ചെയ്യേണ്ടത്. അതിന്റെ ബാക്കിലുള്ള ട്രൂത്ത് എന്താണെന്നുള്ളത് അന്വേഷിക്കണം. കൃത്യമായിട്ട് 1, 2, 3 തവണ അതിന്റെ ഫാക്ട് ചെക്ക് ചെയ്തതിന് ശേഷമേ അത് കൃത്യമായിട്ട് അത് എടുത്ത് ചാനലിൽ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്ളോഗർ ആരെന്ന് അറിയില്ല, ക്യാമറ ടീം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവം. അത് ഞാനായിരുന്നു, എന്റെ ഐഫോണിലായിരുന്നു. അതെന്തിനു ചെയ്തു എന്നുള്ളത് അറിയില്ല. ഇതൊന്നും അറിഞ്ഞുകൂടാതെ പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്, അതിൽ ഞാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കേൾക്കുന്ന അമ്മയ്ക്കൊക്കെ കേട്ടത് തോന്നിയൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരുടെ വോയിസ് ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറകിൽ ഇട്ടു വെക്കാം. മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിൽ കർശന നിയന്ത്രണമുള്ളപ്പോഴാണ് ഭരണസിരാ കേന്ദ്രത്തിനകത്തും പുറത്തും വ്ളോഗറുടെ ഷൂട്ടിംഗ്. അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്കും സാധാരണക്കാർക്ക് പോലും കർശന നിയന്ത്രണമുള്ള സെക്രട്ടേറിയറ്റിലാണ് വ്ളോഗിംഗ് ചിത്രീകരണം. ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയില്ലാതെ നടന്ന നടപടിയിൽ വിശദീകരണം ആവശ്യപ്പെട്ടതായാണ് വിവരം. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. എന്നിട്ട് ഇതിൽ പറയുന്നതിന്റെ ഒരു ലൈൻ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, അടച്ചു പൂട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം. ഈ സ്ഥലത്തേക്ക് ഒരു വ്ളോഗറും ഒരു ക്യാമറ ടീമും കൂടെ ചാടി കയറി വരുന്നു. ആരുടെയും എന്തില്ലാതെ, ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത്. സെക്രട്ടേറിയറ്റിലെ വണ്ടി പാർക്ക് എല്ലാവരും ഉള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കാറുള്ളത്. ഇതിപ്പോ നീ ഇങ്ങനെ ഒരു എന്റർടൈൻമെന്റ് ഫീൽഡിൽ ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധനം വരുമ്പോഴത്തേക്ക് പറയുമ്പോഴത്തേക്ക് ഓക്കെ നമുക്ക് ഇത്രയൊക്കെ ഒരു സംഭവം വരും. ബേസിക്കലി വെൻ യു വർക്ക് ഇൻ എ ന്യൂസ് മീഡിയ തിങ് നമുക്ക് പിന്നെ ഇതൊന്നും ഒരു വലിയ സംഭവമായിട്ട് തോന്നൂല. നമുക്ക് ചെന്ന് കയറിയതിന് ശേഷം റിപ്പോർട്ടറിൽ ചെന്നു, ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തൊരു 10 to 15 days കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിപ്പോ ഓക്കെ ഇതെങ്ങനെയാണ് ഇങ്ങനെ പോയത്, ഇതിന്റെ ലൈൻ എങ്ങനെയാണ്. അതെ, നിങ്ങൾ മനസ്സിലാക്കുന്നതല്ല. അതായത് ഈ ന്യൂസ് ചാനലിൽ ഭയങ്കരമായിട്ടുള്ള ചർച്ചകളൊക്കെ വിട്ടിട്ട് ഓരോരുത്തന്മാരുടെ ഓരോ ചർച്ചകൾ കേൾക്കുമ്പോൾ ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ നമ്മളവിടെ ഉണ്ടാവും. ഇവർ ഈ വിടുന്ന വിടല് കേട്ടാണ്ടല്ലോ എൻ്റെ
പൊന്നു, ഏതാണ്ട് ആ സംഭവം ഉണ്ടാവുമ്പോ ഏറ്റവും ആദ്യം കണ്ടത് ഇവരാന്ന് തോന്നുന്നു. എടാ നിർത്തടാ, നീ ഒരു മാതിരി ഈ മൊത്തത്തിലൊക്കെ പറയാതെ. ചാനലുകാരെ പോലെ ഇത്രയും, അത് ഓൺലൈൻ മീഡിയ അത് തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ വേറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നും പറഞ്ഞിട്ട് ഈ റിയാക്ഷൻ സാധനം ഇടുന്ന ആൾക്കാർ എന്താ ചെയ്യണേ? സെയിം സാധനമല്ലേ ചെയ്യണേ? എന്തെങ്കിലും എന്ന് പറയുന്ന സംഭവം എടാ, നമ്മൾ ഒരാളെ ഡൈവേർട്ട് ചെയ്യുന്ന നോക്കിയാണ്, പക്ഷെ അത് എൻ്റയർ കണ്ടന്റും അതിലാവുന്ന. ഇപ്പൊ എന്താ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ ഇത് ചെയ്യല്ല ചെയ്യണം, കൺവേർട്ട് ചെയ്യല്ല ചെയ്യണം. നീ റിയാക്ഷൻ സമ്മതിച്ചു, നീ റിയാക്ഷൻ ചെയ്യാറുണ്ട്. അതിൻ്റെ എല്ലാ റിയാക്ഷൻ ആൾക്കാരെയൊന്നും ഞാൻ പറയണല്ലേ, പക്ഷെ മിക്കവാറും ഉള്ള ടീമുകളൊക്കെ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ എന്നുള്ള സാധനമായിരിക്കും അവന്മാർ അതിനെ ആക്കി വെക്കുന്നത്. ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഇത് കണ്ടിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞേക്ക്, ഇപ്പൊ ഒരു വലിയ സാധനം കാണണം, ഒരു ഗ്ലോബിന്റെ ഒരു കംപ്ലീറ്റ് ഒരു രൂപം നമ്മുടെ കിട്ടുകയാണെന്ന് വെച്ചോ, അതിൻ്റെ അകത്തെ നമുക്ക് ആവശ്യമുള്ള സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ പെർസ്പെക്റ്റീവിൽ തിങ്ക് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഈ പറയണ തീയും പോകുകയൊക്കെ അത് കൊടുക്കണ ഹൈപ്പാണ്. ഒരു ന്യൂസ് ചാനൽസ് കൊടുക്കുന്ന ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 100x ആണ്. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയാലും റിയാക്ഷൻ മേക്കേഴ്സ് ആയാലും എല്ലാവരും അത് തന്നെയാണ് ചെയ്യണം. ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മാക്സിമം എങ്ങനെ വ്യൂവർഷിപ്പ് ഉണ്ടാക്കാം, റീച്ച് ഉണ്ടാക്കാം, അതെ അത് തന്നെയാണ് അവരും ചെയ്യണം. അതുകൊണ്ട് അവരെ കുറ്റം പറയാനൊന്നും പറ്റൂല. എല്ലാവരും ഒരേ പരിപാടി തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ എടുക്കുക. ഇപ്പൊ കാണുന്ന ന്യൂസിനകത്ത് നമ്മളുടെ ലൈഫ് അതിനെപ്പറ്റി കൂടുതൽ എഫക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരു കോമഡി എന്താന്ന് വെച്ചാൽ, അപ്പൊ നീയൊക്കെ എന്താടാ ചെയ്യണം എന്നുള്ളൊരു ചോദ്യം വരും. എനിക്കിപ്പോ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു മെസ്സേജ് വന്നു, ഭയങ്കര തിരുവനന്തപുരം സ്ലാങ് കേറിയിട്ടുണ്ട് സംസാരത്തിന്. നിനക്കോ? അത് നീ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവന്നല്ലേ? അല്ല, മിർച്ചിയിലിരുന്ന സമയത്ത് ഇവന് ലൈക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നു. കൊച്ചിൻ സ്ലാങ്ങിനെ കട്ട് ചെയ്ത് ട്രിവാൻഡ്രം സ്ലാങ് പിടിച്ചു വന്നതാണ്. പിന്നെ ഈ ആൾക്കാരെയൊക്കെ കളിയാക്കി പിന്നെ അത് കുറച്ച് കൂടുതൽ കയറി വന്നതാണ് എനിക്ക് തോന്നുന്നത്. ചുമ്മാ മീൻസ് ആസ് ഇൻ ഫ്രണ്ട്ലി ടോക്സ്. ഓക്കെ, ഇപ്പൊ എന്നെ റോസ്റ്റ് ചെയ്യല്ലോ. അല്ല, ഇപ്പൊ 2024 ഇവളുടെ സൈഡിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇവർക്ക് അത്ര ഹാപ്പനിങ് ആയിട്ടുള്ള സംഭവം അല്ല. ചുമ്മാ ഇരിക്കും. ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു വലിയ സംഭവം ഉണ്ടായി. എന്റെ ഫസ്റ്റ് മ്യൂസിക് വീഡിയോ റിലീസ് ആവുന്ന 2024 ആദ്യം മാർച്ച് ഏപ്രിൽ ടൈമിലാണ്. അത് ഞാൻ ചെയ്തു. അതിന്റെ കാര്യം ഞാനേ മറന്നുപോയി. അല്ല, എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞതും ബ്രേക്ക് എടുത്തു എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്തു. ISFK ഇന്റർനാഷണൽ സ്പോർട്സ് ഫെസ്റ്റിവൽ ഓഫ് കേരള, അതിന് പെർഫോം ചെയ്തു, മ്യൂസിക് വീഡിയോ ചെയ്തു. ഈ 2 സാധനം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു മ്യൂസിക്കിൽ നീ നല്ല ഗ്യാപ്പ്. അത് കഴിഞ്ഞ് മ്യൂസിക്കിൽ ഒരു ഒന്നും ചെയ്തിട്ടില്ല, ഫുൾ ഗ്യാപ്പ്. ഞാൻ ആക്ച്വലി കണ്ടന്റ്സ് പോലും കൂടുതൽ ഇട്ടിട്ടില്ല. സോങ് ഫോർ പബ്ലിക് പിന്നെ ഇപ്പൊ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞു പതുങ്ങുന്നത് എന്തിനാണെന്നറിയാവോ? സാടി പിടിക്കാൻ അല്ല, ഓടിപ്പോയെ. അല്ല, അത് അങ്ങനെ ഒരു ബ്രേക്ക് ആയിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം 2024 എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പനിങ് ഇയർ ആണ്. ബേസിക്കലി നമ്മുടെ രണ്ടുപേരുടെ കാര്യം എന്താണെന്നറിയോ? നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് നമ്മുടെ എല്ലാ കാര്യത്തിലും കണക്റ്റഡ് ആണ്. അപ്പൊ രണ്ടുപേർക്കും ഒരേ സമയത്ത് ഇൻഡിവിജ്വൽ ആയിട്ട് നിന്നിട്ട് ഗ്രോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരാളുടെ ഗ്രോത്ത് വരുമ്പോഴത്തേക്ക് മറ്റേ ആൾ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. നമുക്ക് രണ്ടുപേരും രണ്ടായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടെ സമയം പിടിക്കും. നമ്മൾ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ഒരാളോട് ഇരുന്ന് കഴിഞ്ഞാൽ മറ്റേ ആൾ അവിടെ തന്നെ ഇരിക്കും. ഇപ്പൊ ഇവനിപ്പോ സ്റ്റുഡിയോയുടെ കാര്യങ്ങൾ ഇതായിട്ട് പുറകെ ഇതിന്റെ പുറകെ വാലായിട്ട് ഞാനുണ്ട്. എന്റെ മ്യൂസിക് വീഡിയോയുടെ കാര്യം വരുമ്പോഴത്തേക്ക് അതിന് ഫുൾ പണിയായിട്ട് അവനുണ്ട് കൂടെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അത് ഭയങ്കര ഒരു പ്രശ്നമാണ് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐദർ യു ഷുഡ് ഹാവ് എ ടീം വിച്ച് ഇസ് വെരി എസെൻഷ്യൽ. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം, ഒരിക്കലും കണ്ടന്റും പിച്ചിങ്ങും അതുപോലെ തന്നെ ഇതിന്റെ ഡിസൈനിങ്ങും ബാക്കി എക്സിക്യൂഷനും ഒരാളെ കൊണ്ടോ 2 ആളെ കൊണ്ടോ പറ്റും. അതിപ്പോ ബാൻഡ് ആണെങ്കിൽ തന്നെ എനിക്ക് ആക്ച്വലി ഞാൻ ഈ ബ്രേക്കിലോട്ട് വരാനുള്ള മെയിൻ റീസൺ തന്നെ ഇതായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടി പിടിച്ചിട്ട് ആൾക്കാരെ സെറ്റ് ചെയ്യണം. കാരണം ഞാനൊരു ഫ്രീലാൻസ് ആർട്ടിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും പെർമനന്റ് ആയിട്ടുള്ള ഒരു ബാൻഡ് സെറ്റപ്പ് ഇല്ല. ഞാൻ ആൾക്കാരെ പ്രോഗ്രാമിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് കണക്ട് ചെയ്ത് അങ്ങനെയാണ് എടുക്കുന്നത്. ഒരു ടീമുണ്ട്, അവരായിരിക്കും മിക്കവാറും ഉള്ളത്. അവർക്ക് എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ അങ്ങനെ സെർച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കണ്ടുപിടിക്കണം. ഇവരെയൊക്കെ സമയത്തിന് പ്രാക്ടീസിന് വിളിച്ചിരുത്തണം. ഗൈസ്, ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ഞാൻ കുറ്റം പറയണം വിചാരിക്കരുത്, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഈ 5 പേര് 6 പേര് ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ നേരം ഓരോരുത്തരും ഓരോ മണിക്കൂർ ഇടപെട്ടായിരിക്കും വരുന്നത്. എന്ത് ക്വാളിറ്റി ഉണ്ടെങ്കിലും ഒരു കാര്യമില്ല. കാരണം ആ കൂട്ടത്തിൽ ഏറ്റവും ഇളയത് ഞാൻ. വിളിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ചേട്ടാ വാ ചേട്ടാ ഈ വിളിയെല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവസാനം എനിക്ക് തന്നെ എൻ്റെ അടപ്പളകും.
അത് കഴിഞ്ഞ് പ്രോഗ്രാമിൻ്റെ സമയത്താണെങ്കിൽ പോലും ലൈക്ക് എന്താ നമുക്കത് സ്റ്റേജിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്യാൻ എടുക്കുക ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ കൂടെ വണ്ടി ഓടണ പരിപാടിയായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. എന്റെ മൈക്ക് ഭയങ്കരമായിട്ട് നീ ഇത് ആവുന്നുണ്ട്, കാരണം ഇതിന് സൈഡ് ചേർത്താ വെച്ചേക്കുന്നത്, ഇളകി മറിയുവാണ് മൈക്കയെ പൊക്കി വെക്കണം. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചു കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പ്രോപ്പർ സെറ്റ് ചെയ്ത് അങ്ങനെ ഇനി കൊണ്ടുപോകുന്നതാണ് നല്ലത്. ബാൻഡ് മാനേജറും ആൾക്കാരും ഒക്കെ വെച്ചിട്ട് ഞാൻ സിംഗറായിട്ട് തന്നെ ഒരു സൈഡിൽ ഇരുന്നാൽ പോരെ എന്നുള്ളൊരു തോട്ട് വന്നു. അതിനുള്ള വർക്ക്സ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ബേസിക്കലി ബ്രേക്ക് ചെയ്തത്. അതെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതൊരു വലിയ മൈൽ സ്റ്റോൺ ടൈമാണ് എൻ്റെത്. ഞാൻ കുറേ ആയിട്ടിരുന്ന് പോഡ്കാസ്റ്റിൽ എങ്ങനെ എന്താണ് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുക, ലൈക്ക് എന്താണ് നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പം നമ്മൾ ഈ ആർജെയിൽ ഇരുന്നത് കൊണ്ടും എന്നെ ഇഷ്ടമുള്ള ഒരുപാട് പേര് ആക്ച്വലി പുറത്തുള്ളതുകൊണ്ടും ഞാൻ പിന്നെയും തിരിച്ച് ആർജെയിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നും. എന്ന് വെച്ചാൽ എന്നെക്കുറിച്ചൊക്കെ വിളിച്ചു ചോദിക്കുമ്പോഴേക്കും ആൾക്കാർ വിളിച്ചു പറയുന്നു, എടാ അവനോളം ഇത്രയും പൊളിയായിട്ടുള്ള മനുഷ്യൻ അപ്പം ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് ഞാൻ വിചാരിച്ചു നീ നിന്നെ തന്നെ പൊക്കിയതാണെന്ന്. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. അത് കാരണം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആർജെയിലേക്ക് ഒരു കംബാക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. ടു ബി ഓണസ്റ്റ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്കൊരു എൻ്റെ ലാസ്റ്റിലെ ഇൻ്റർവ്യൂ ഓൾമോസ്റ്റ് ഫൈനൽ ഇൻ്റർവ്യൂ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആയിരുന്നു അപ്പോൾ അവിടെ പോയി സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു ഡയലോഗ് എനിക്കത് പിന്നെയും അത് ഭയങ്കര ഞാൻ ഇടയ്ക്കിടക്ക് പറയുന്ന ഒരു സാധനമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് അവർ പറയാണ്, യു ഡോണ്ട് സ്റ്റിക്ക് ടു എ പ്ലേസ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ആളല്ല, ഭയങ്കര ചാടിക്കൊണ്ടിരിക്കുമല്ലേ എന്ന്. എനിക്ക് ആ സമയത്ത് എൻ്റെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കാര്യം ഞാൻ അപ്പോൾ നോക്കി, അവർ തന്നെ നോക്കി, അവർ ഇനി അത് എന്ത് ബേസിലാണ് അങ്ങനെ ഒരു ഇത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. മേ ബി അവർക്ക് പോഡ്കാസ്റ്റിങ്ങിനെ കുറിച്ചും റേഡിയോയുടെ ഇതിൻ്റെ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള ബേസിക് നോളേജ് പോലും ഇല്ലാത്തതിൻ്റെ ആയിരിക്കും. I'm sorry if you're seeing this. ബേസിക് നോളജ് ഇല്ലായ്മയുടെ ഒന്നുമല്ല. ഇവൻ വർക്ക് ചെയ്ത സ്ഥലത്ത് ഇവൻ എങ്ങനെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നിരുന്നു എനിക്ക് ഇതിവിടെ പറഞ്ഞ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ വർക്കിനോട് എങ്ങനെ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുള്ളത് ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. അത്രയും ചെയ്യാൻ പാടില്ലായിരുന്നു. ആ വർക്ക് ചെയ്ത സ്ഥലത്ത് അത്രയും ചെയ്തതുകൊണ്ട് തന്നെയാണ് പിന്നീടുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന പണി കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം അവിടുത്തെ ആൾക്കാരുടെ സ്നേഹം കുറച്ച് കൂടിപ്പോയതിന്റെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞു വന്ന ആ ഒരു സാധനം എന്നെ ഭയങ്കര ഹിറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു. എന്നാ പിന്നെ ഇത് ബാക്കിയുള്ള ഒരു ബ്രാൻഡുകളുടെ കൂടെ പോകാൻ ശ്രമിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമല്ലേ. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നെ തന്നെ എന്തുകൊണ്ട് ബ്രാൻഡ് ചെയ്തുകൂടാ. 2018 മുതൽ പോഡ്കാസ്റ്റിംഗ് മേഖലയിലുള്ള ഒരാളാണ് ഞാൻ. അതൊരു ഭയങ്കര അഹങ്കാരമായിട്ട് പറയല്ല, പക്ഷെ എന്നാലും 2018 എന്നൊക്കെ പറയുമ്പോൾ കാർത്തിക് സൂര്യ പോലും പോഡ്കാസ്റ്റ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവരുടെ ഇന്റർലെക്സ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് 2020 നവംബർ 1 എന്തോ ആണ് അവർ കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മൾ ഈ റീച്ച് കാര്യങ്ങളിലേക്കാൾ കൂടുതലായിട്ട് ഐ ബിലീവ് ഇൻ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പം ഈ ഓഡിയോ മാത്രം പോഡ്കാസ്റ്റും അതും ജിത്തുവിനോട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ എൻ്റെ വെരി ബെസ്റ്റ് ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞാണ്, അന്ന് ഓഡിയോ ആണ് പോഡ്കാസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സമയം. ഞാൻ പോഡ്കാസ്റ്റ് എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു, ഇവിടെ ഇതാണ് പോഡ്കാസ്റ്റ്, ഇങ്ങനെയാണ് സാധനം എന്നുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇട്ടിട്ട് ഞാൻ വീട്ടുകാരോട് പറയുമ്പോൾ, കൂടെയുള്ളവരോട് പറയുമ്പോൾ, എത്രയോ പേർക്ക് അയച്ചു കൊടുക്കുമ്പോൾ, അന്ന് ആങ്കർ എന്ന് പറയുന്ന ഒരു ആപ്പാണ് സ്പോട്ടിഫൈയിലേക്കും എല്ലാത്തിലേക്കും ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആർക്കും അറിഞ്ഞുകൂടായിരുന്നു പോഡ്കാസ്റ്റ് എന്താണെന്ന്. അങ്ങനെ 2 വർഷം നിന്ന് നല്ലോണം അതിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരുപാട് എപ്പിസോഡ്സ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞതും കിടക്കണം കോവിഡ് വന്ന് വീണതോടെ ആകെ ഉണ്ടായിരുന്നൊരു പ്രശ്നം. പിന്നെ ഞാൻ മംഗലാപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അപ്പം എനിക്ക് എപ്പിസോഡ്സ് ചെയ്യുന്നതിനും ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ വേറൊരു ലൈനായിരുന്നു അവിടെ. ജോളി മൂടായിരുന്നു ഞാൻ ഫുൾ. അല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ മെയിൻ ആയിട്ട് റീൽസിലും എല്ലാത്തിലും മീംസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്. കോവിഡ് സമയത്ത് ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങിയ ഒരു ടീമുണ്ടല്ലോ, അവർ 2019 ലൈക്ക് ആ ഒരു 2020 ആ ഒരു സമയം തൊട്ട് ഇന്ന് വരെ ദേ ആക്ച്വലി ലിവ്ഡ് 3 ലൈഫ്സ്. അവർ നിന്ന സ്ഥലത്തു നിന്നൊക്കെ എങ്ങനെയൊക്കെയോ മാറി ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയാണ് ഇപ്പൊ ലൈഫ് പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളത്. ദാറ്റ് ഈസ് വെരി ട്രൂ. നിങ്ങളൊക്കെ ജെൻസീസ് അല്ലേ? നിന്റെ കൂടെ അല്ലേ ജീവിക്കണം, പിന്നെ എന്ത് ജെൻസി ആയിട്ട് എന്ത്?
അതെന്ത് കാര്യമാണ് അത്? ഐ ഡോണ്ട് എഗ്രി വിത്ത്. മൂത്താപ്പയുടെ കൂടെ ജീവിച്ച് ആൾക്കാർക്കൊക്കെ വിചാരം എനിക്ക് ആക്ച്വലി എന്നെ വിളിക്കുന്ന പേരായിരുന്നു കേട്ടോ. ആൾക്കാരുടെ എല്ലാവരുടെയും വിചാരം എനിക്ക് പ്രായം അതെന്താണെന്നറിയോ, എന്റെ ഭാഗ്യത്തിനാണെന്ന് തോന്നുന്നു. സ്കൂളിൽ വരെയൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വർഷം ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മൂത്താപ്പ ഇൻ ബിറ്റ്വീൻ നമുക്ക് സ്ഥിരം വരുന്ന ഒരു പരിപാടിയാണ് ക്യാമറയുടെ. ഞാൻ വന്നിരിക്കുന്ന സമയത്ത് ഇവൻ ബാക്കി വീഡിയോ ക്ലിയർ ചെയ്യാതെ വന്നിരിക്കും. അതെന്താന്ന് പറയാം, അതെനിക്ക് അറിഞ്ഞു. ഒന്നാമത്തൊക്കെ ഞാൻ നേരത്തെ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ എല്ലാം കൂടെ നമ്മൾ തന്നെ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷ് പണ്ഡിറ്റ് ആവാനുള്ള ശ്രമം നടത്തുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രമം നടത്തണമെന്നില്ല കേട്ടോ, ഞങ്ങൾക്ക് സന്തോഷ് പണ്ഡിറ്റ് ആവുമൊന്നും വേണ്ട. പക്ഷെ എന്നാലും അതുപോലെ ആവുമ്പോഴൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫണ്ടില്ലാത്തത് കൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് ആയി പച്ചുള്ളൂ. ക്യാമറയുടെ പുറകിലും മുമ്പിലും എല്ലായിടത്തും നമ്മൾ തന്നെ. ഓണസ്റ്റ് ആയിട്ടുള്ള കാര്യം അതാണെന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് അപ്പം എന്ത് പറ്റുന്നത്, എല്ലാം കൂടെ മാനേജ് ചെയ്തിട്ടുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ജീവിതമാണ്, സഹിച്ചേ പറ്റുള്ളൂ. ഇറ്റ്സ് റിയാലിറ്റി. ഞാൻ വന്നിരിക്കുമ്പോ മാത്രമല്ല നീ ചെയ്തോണ്ടിരിക്കണത്. നിന്റെ ഓരോരുത്തരുടെ ഭാഗ്യം എന്ന് പറയുന്നത് അതാണ്. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും കാര്യം 2024 എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമയം. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞോണ്ടിരുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനൊരു മൂത്താപ്പ ആയതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാരും വിചാരിക്കുന്നത് എനിക്ക് പ്രായം കൂടുതലാണെന്നാണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. എനിക്ക് 22 വയസ്സേ ഉള്ളൂ. ഞങ്ങളുടെ കല്യാണം കഴിയുന്ന സമയത്ത് എനിക്ക് 20 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 20 നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ 2 വർഷമായോ? കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴായിരുന്നടാ എന്റെ 21ാമത്തെ ബർത്ത്ഡേ. ഓഗസ്റ്റിലല്ലേ കല്യാണം കഴിഞ്ഞത്, ഒക്ടോബറിൽ. ഞാൻ എന്ത് ചെയ്യണം ഇതിന്? അപ്പൊ എനിക്കിപ്പോ 22 വയസ്സേ ഉള്ളൂ ഗൈസ്. ഇവന് 28 വയസ്സുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഐ എം യങ്. ഞങ്ങൾ തമ്മിൽ 7 വയസ്സിന്റെ 6 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ബാക്കി കണ്ടിന്യൂ. ഇതുകൊണ്ട് ഇവന്റെ കൂടെ നടക്കണോണ്ട് ആൾക്കാരുടെ എല്ലാവരുടെയും വിചാരം എനിക്ക് പ്രായം ഉണ്ടെന്നാണ്. എന്നെക്കാൾ മൂത്ത ആൾക്കാരൊക്കെ വന്നിട്ട് എന്നെ ചേച്ചിന്ന് വിളിക്കും. ഇവര് ചേച്ചിന്ന് വിളിക്കും, എന്നെ ബ്രോന്ന് വിളിക്കുള്ളൂ. ഭയങ്കര സീനാണ്. പിന്നെ ചിലര് ചേച്ചിന്ന് വിളിക്കുന്നത് ലൈക്ക് ഓക്കെ ചേച്ചി ആ ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്താണ് ചേച്ചിന്ന് വിളിക്കുന്നത്. അല്ലാതെ ഒന്ന് എടീന്ന് വിളിക്കാൻ പറ്റൂലല്ലോ. ഓടാട്ടി വേണ്ടട്ടാ അങ്ങോട്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം 2024 എസ്പെഷ്യലി എന്നെ എന്ന് പറയുമ്പോൾ എന്റെ പോഡ്കാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ഈ പോഡ്കാസ്റ്റ് ആക്ച്വലി ഒരു ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ റെക്കോർഡ് ഹോൾഡിംഗ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ആണ്, which is a world record too. പോഡ്കാസ്റ്റുകൾക്കൊന്നും അങ്ങനെ റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അല്ല, ഉണ്ട്, റെക്കോർഡ്സ് ഉള്ള പോഡ്കാസ്റ്റുകളുണ്ട്. പക്ഷെ വേറെ പിന്നെ റെയർ ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുക്കുക എന്ന് പറയുന്ന സാധനങ്ങൾക്കൊക്കെ നല്ല പണിയുണ്ട്. ഇപ്പൊ ഞാൻ അതിനുവേണ്ടി മാത്രം ഒരാഴ്ച കളഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വീഡിയോസ് ആണ്. ഇതിന്റെ എൻക്വയറി പ്രോസസ് എന്ന് പറയുന്നത് എല്ലാം ഓൺലൈൻ അല്ലേ നടക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് പ്രൂഫ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. എല്ലാ കാര്യങ്ങളുടെയും വീഡിയോ പ്രൂഫ് വേണം. മറ്റേ ഇതിൽ എന്നുള്ള രീതിയിൽ ലൈക്ക് അത്ര ഡീറ്റെയിൽ ചെയ്തിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിച്ചെടുത്തത്. പിന്നെ നമുക്ക് വേറൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എസ്പെഷ്യലി ഞാൻ എൻ്റെ PG സമയത്ത് ലൈക്ക് ഐ വാസ് ഫോഴ്സ്ഡ് ടു ടോക്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പം ആ ഒരു ഫ്ലോ ഉണ്ടായിരുന്നു എനിക്ക്. സംസാരിച്ച് 2 വർഷം സംസാരിച്ച് ആ ഒരു ശീലം കിടപ്പുണ്ടായിരുന്നു. കാരണം നമുക്ക് കർണാടകയിൽ ഇറങ്ങുന്ന സമയത്ത് കന്നഡ ഗൊത്തുമെങ്കിലും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്. അപ്പോൾ അത് ആ സമയത്തൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കൊണ്ടുപോയിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നത്തെ ഇങ്ങോട്ട് വന്നു, 2-3 വർഷം കഴിയുന്നു. നമ്മൾ അതിൽ നിന്ന് ടച്ച് വിട്ട് കഴിഞ്ഞിട്ട് ഇവരുമായിട്ട് സംസാരിക്കാൻ പോയപ്പോഴാണ് ഞാൻ പിന്നെ ഇംഗ്ലീഷ് ഇത്രയും എനിക്ക് റെഗുലർ ആയിട്ട് സംസാരിക്കേണ്ടി വന്നത്. എൻ്റെ അമ്മോ, ഇവരാണെങ്കിൽ ഇവർക്ക് വേറൊരു ഭാഷ അറിയത്തില്ല. എനിക്കാണെങ്കിൽ ഹിന്ദി ആണെങ്കിൽ നെഹി എനിക്കും പറ്റില്ല ഗൈസ്. ഇടക്കിടക്ക് നോർത്ത് ഇന്ത്യ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിലും നോ ഹിന്ദി. ശരിക്കും പാടുപെട്ടെന്നല്ല, പക്ഷെ എനിക്ക് ഈ വേർഡ്സ് കിട്ടാനുള്ള ഭയങ്കര സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അത് എസ്പെഷ്യലി യൂസ്ഡ് അല്ലാതിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ആ ഒരു സംഭവം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ നോർമൽ ടോക്കിനിടയിലാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരിതിനെപ്പറ്റി ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ട്രാൻസ്ലേറ്റ് അവിടെ അപ്പുറത്ത് ഓണാക്കിയിട്ട് സംസാരിക്കേണ്ട സിറ്റുവേഷൻ. ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് ആവശ്യം. ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം നീ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഭയങ്കര ലൈക്ക് യു ആർ ടു മച്ച് ഇൻ ടു ഇറ്റ്. അപ്പൊ ആ ഒരു സമയത്ത് പെട്ടെന്ന് നമുക്ക് ടെൻഷനും കൂടെ കയറി വരും. അന്നേരം വാക്കുകൾ കിട്ടാതിരിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതൊന്നും വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ നിന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, കിട്ടാനുള്ള ചാൻസ് ഒരു 90% ഇല്ല എന്നായിരുന്നു ഞാൻ ഇതിനകത്ത് പറഞ്ഞത്. കാരണം
അവർക്ക് പല കാര്യങ്ങൾക്കും കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിൽ ഡൗട്ട് ഉണ്ടായിരുന്നത് നമ്മൾ വെച്ചിട്ടുള്ള വീഡിയോസ്, ഫോട്ടോസ്, ലൈവായിട്ട് എടുത്തു കൊടുത്തുള്ള സംഭവങ്ങൾ, ഈ സാധനങ്ങളെല്ലാം എത്രമാത്രം അവർക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അടൂര് നമ്മളൊരു ഫംഗ്ഷന് പോയ സമയത്താണ് മെയിൽ വരുന്നത്. എല്ലാം അപ്രൂവ്ഡ് ആയി. അങ്ങനെ സ്റ്റുഡിയോ in setting up a podcast studio, a professional podcasting studio, professional working podcast studio, professional functional and working അങ്ങനെ എന്താണ്ട് പറഞ്ഞിട്ടാണ് ആ ടൈറ്റിൽ വരുന്നത്. കൃത്യമായിട്ട് താഴെ കൊടുക്കട്ടോ. അപ്പൊ അങ്ങനെ ആ സാധനം വന്ന് നമുക്ക് വീഴുന്നത്. അപ്പൊ ആ മെയിൽ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. ഞാൻ ഇപ്പൊ ബേസിക്കലി ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന്റെ കാര്യം പറയുന്നത് എന്റെ സ്കൂളില് അല്ല, നീ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനതും കൂടെ പറഞ്ഞു പോലോ. ഇതാണ് ഈ BA ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വിട്ടു കഴിഞ്ഞാലുള്ള പ്രശ്നം. BA ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പറയാനും ഉള്ള ഒരു ഗുണം പോലും കിട്ടിയിട്ടില്ല. അത് സോറി ടീച്ചേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ യു ഗൈസ് ഇറ്റ്സെൽഫ് നോ ദാറ്റ് വാട്ട് വാസ് ഹാപ്പനിങ് അറൗണ്ട് ദെയർ. ഒന്ന് ഞാൻ ക്ലാസ്സിൽ കയറാറില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായിട്ടുള്ള കഥ ഒന്നുമില്ല. എന്തിനോ എൻ്റെ സ്കൂളിൽ ഇംഗ്ലീഷ് സംസാരിച്ചില്ലെങ്കിൽ ഫൈൻ അടിക്കും എന്നായിരുന്നു അവിടുത്തെ ഒരു റൂൾ. പക്ഷെ അതുകൊണ്ട് ഞാൻ ISC ആണ് പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇംഗ്ലീഷിലേ സംസാരിച്ചിട്ടില്ല. അവിടുത്തെ ഈ സംഭവം പറയുന്ന ടീച്ചറിൻ്റെ അടുത്ത് പോലും പോയിട്ട് മലയാളത്തിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങളുടെ കുറച്ച് സീനിയേഴ്സ് ഉണ്ടായിരുന്നു, സീനിയർ 2-3 ബാച്ചിന് മുകളിലോട്ടുള്ള. എനിക്ക് എപ്പോഴും സീനിയേഴ്സുമായിട്ടായിരുന്നു കമ്പനി. അഹാനയുടെ ബാച്ചൊന്നുമല്ല, അത് കഴിഞ്ഞിട്ടുള്ളത്. അവരുമായിട്ടൊക്കെ ഫുൾ ടൈം ഈ കോൺവേഴ്സിങ് ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ സംസാരിച്ചാണ് എങ്ങനെയോ ഇംഗ്ലീഷ് വന്ന് കയറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് ഇറങ്ങി കുറേ കാലം ഇരുന്നിട്ട് എൻ്റെ വാമ്പയർ ഡയറീസിൻ്റെ സീരീസ് അങ്ങോട്ട് കണ്ട് തലയ്ക്ക് പിടിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ സംസാരം ഈ ലെവലായത്. പിന്നെ എഴുത്തിന്റെ കാര്യം 10ാം ക്ലാസ്സിൽ എൻ്റെ റോഷ്നി ടീച്ചർ, അല്ല 10ാം ക്ലാസ്സിൽ എൻ്റെ റോഷ്നി ടീച്ചർ എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ ഓരോ സെന്റൻസും റീഫ്രൈസ് ചെയ്യിച്ചു. കാരണം ദിസ് ഇസ് എൻ ആപ്പിൾ എന്ന് നീ കറക്റ്റ് ആയിട്ട് അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ISCയിൽ മാർക്ക് കിട്ടൂല എന്ന് പറഞ്ഞു. നിന്റെ ടെഡ് ടോക്സോ അല്ലെങ്കിൽ മറ്റേ നിന്റെ ജോഷ് ടോക്സ് ഒന്നും അല്ല നിന്റെ ലൈഫ് സ്റ്റോറി കേൾക്കാൻ വേണ്ടിട്ട്. കമോൺ, നീ കുഞ്ഞുകാലത്ത് നിന്റെ ടീച്ചർ എഴുതി തന്നെ ഞങ്ങളെന്തോ വേണം. നീ മൂത്താപ്പയുടെ കഥ പറഞ്ഞോണ്ടിരിക്കുന്നല്ലോ. ഞാൻ പറഞ്ഞ 2024 കുറച്ച് കാര്യങ്ങൾ വന്നപ്പോ 2018-2020 പോയല്ലോ. അതുപോലെ തന്നെ ഞാൻ ആ സമയത്ത് തന്നെ. ശരി, അപ്പൊ ഇനി ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. 2024 വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റ് ഏതായിരുന്നു? I'm always happy. Like എനിക്ക് അങ്ങനെ ഭയങ്കര വലിയ സംഭവമൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന മൂമെന്റ്സ് ഒന്നും പറയാനായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ ഞാൻ വേറൊരു കേസ് പറഞ്ഞത്, ഇത് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ നോട്ട് ഏബിൾ ടു, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മെമ്മറീസിൽ ഏതാണ് ബെസ്റ്റ് മെമ്മറി എന്നുള്ളത് എടുക്കാൻ പറ്റുന്നില്ല. 1. 2 പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ളതാണ്. ഇത് ഏറ്റവും ഈസിയുള്ള ആൻസർ. എന്താ ഞാൻ എല്ലാ ദിവസവും നിന്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൂമെന്റ് പറ. പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ തുടങ്ങിയെന്ന് അല്ലാതെ വേറെ എന്തെങ്കിലും പറ. പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ തുടങ്ങിയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ലാതെ വേറെ ഒന്നും പറ. മനുഷ്യ കഷ്ടപ്പെട്ട് ലക്ഷങ്ങൾ മുടക്കിയിട്ട് പൊട്ടിച്ചുണ്ടാക്കിയതാണത്. അതല്ലാതെ വേറൊരു മൊമെന്റ് പറയൂ. അല്ലാതെ ഹാപ്പി ആയൊരു മൊമെന്റോ? ആ വണ്ടി ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ക്ലെയിം എല്ലാം കിട്ടുമെന്ന് പറഞ്ഞല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിച്ചു. കാര്യം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്റെ പൊന്നു മച്ചാൻ ഞാൻ സത്യം പറയാലോ, സ്റ്റുഡിയോ കഴിഞ്ഞില്ല, സ്റ്റുഡിയോയുടെ സമയത്താണ് നമ്മുടെ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ഈ ആക്സിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് ക്ലെയിം നമുക്ക് കിട്ടും എന്നറിയാം, പക്ഷെ പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഇത്ര കിട്ടുള്ളൂ, ഇത്ര ഇങ്ങനെയൊക്കെ വരുള്ളൂ, ഇങ്ങനെയൊക്കെയാണ് സംഭവം, അങ്ങനെയൊക്കെയാണ് സംഭവം പറഞ്ഞു. എനിക്കപ്പോൾ നല്ല ടെൻഷൻ വന്നു. കാര്യം എന്തെന്നറിയോ, ഇനി അതും കൂടെ ഞാൻ എവിടെ നിന്ന് എടുത്തുണ്ടാക്കും? എൻ്റെ കയ്യിൽ ഇല്ല. കാരണം ഒന്നാമത് ഈ സ്റ്റുഡിയോയിൽ ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആക്ച്വലി ഉണ്ട്. അത് നമ്മളിപ്പോൾ ഇപ്പോഴും പെൻഡിങ്ങിൽ ഇട്ടേക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യലി ഇപ്പം നമുക്കത് ഇപ്പം നടക്കൂല. അതിനും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വേറെ കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ വരുന്നിട്ട് അതിന്റെ സമയത്ത് ആ ക്ലെയിമിന്റെ ഒരു മെസ്സേജ് വന്നില്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ ആ സമയത്ത് നിന്റെ വീഡിയോ എടുത്ത് ഇട്ടോണ്ടിരിക്കുകയാണ് അല്ലെ. നിന്റെ ക്രിസ്മസിന്റെ ഡെക്കറേഷൻ വീഡിയോ എന്തോ ഞാൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ക്യാമറ അപ്പൊ ആ വീഡിയോയിൽ കേട്ടാൽ മതി, ശരിക്കും എന്റെ എക്സ്പ്രഷൻ മനസ്സിലാവും. ഞാൻ ക്ലെയിം ആയി പറയുന്ന ഒരു സാധനമുണ്ട്. അതായിരുന്നു എന്റെ ഹാപ്പി മൊമെന്റ്. ഭയങ്കര സാഡ് ആയിട്ടുള്ള മൊമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ 2024? I don't remember.
കേട്ടോ, ഇത് ഞാൻ പറഞ്ഞതാണ്. ആക്ച്വലി ഡോണ്ട് റിമെമ്പർ ബിക്കോസ് ഐ വാസ് ടോട്ടലി ഓൺ ഈസ്. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ട് എനിക്ക് ഐ വാസ് റിയലി ഹാപ്പി വെൻ മൈ വീഡിയോ ഹിറ്റ് 6.5 likes. അത് ചെറിയൊരു അച്ചീവ്മെന്റ് അല്ല. ഐ വാസ് റിയലി ഹാപ്പി അറ്റ് ദാറ്റ് ടൈം. അത് പറയണമല്ലോ, ഞാൻ പെട്ടെന്ന് റീകളക്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതാണ്. ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സാഡ് മൂമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രേക്ക് എടുത്തിരിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ, പല സമയത്തും നമ്മൾ ഭയങ്കര ബാഡ് അടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ റിയലൈസേഷൻ, അങ്ങനത്തെ റിയലൈസേഷൻസ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഡൗൺ ആവാറുണ്ട്. അതാണ് എൻ്റെ സാഡ് പോയിന്റ്. എനിക്ക് 2024 ഏറ്റവും നല്ല സന്തോഷമുള്ള നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എൻ്റെ ലൈഫിൽ ഏറ്റവും ഭയങ്കര വിഷമമുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് അമ്മ മരിച്ചത് ഈ വർഷമാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര എനിക്ക് സംസാരിക്കാനേ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഇന്ന് എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയപ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിലും അമ്മ ഉണ്ടായിരുന്ന ചിലപ്പോൾ അമ്മ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ചാടി ആയിട്ടുണ്ടാവും. കുഞ്ഞിലെ മുതലേ എൻ്റെ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം അത് പോകുന്നത് എനിക്ക് ഇതാണ്. എനിക്കിപ്പോൾ തന്നെ ഞാൻ ഇമോഷണലി പെട്ടെന്ന് ഇതാവും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാനായിട്ട് ഗ്രാൻഡ് പേരൻസുമായിട്ട് അങ്ങനെ ഒരു ബന്ധം എൻ്റെ ചൈൽഡ്ഹുഡിൽ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. സോ ഐ വാസ് ഓൾവേസ് സിംഗിൾ ചൈൽഡായിട്ട് സിംഗിളായിട്ട് തന്നെ ഫ്ലാറ്റിനകത്തിരുന്ന് വളർന്നു വന്നതുകൊണ്ട് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും സാഡസ്റ്റ് മൊമെന്റ് എനിക്ക് അതാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ എനിക്ക് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത, ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരാൾ എൻ്റെ ലൈഫിൽ ഇനി ഒരിക്കലും എല്ലാ വെകളത്തരത്തിനും കൂട്ടി നിൽക്കുന്ന ഒരാളായിരുന്നു എനിക്ക്. ഞങ്ങൾ റെഗുലർ കുറെ സംസാരിക്കില്ല, പക്ഷെ എന്നാലും ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുമ്പോൾ അമ്മടെ മാത്രം ഉള്ളപ്പോൾ ഉള്ള സംസാരങ്ങൾ ഭയങ്കര രസമാണ്. അപ്പം അതൊക്കെ എനിക്ക് ശരിക്കും ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, ഞാൻ ഇപ്പോൾ ഒരു ആവശ്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് കാരണം എന്നൊന്നും ചോദിക്കൂല, അതിന്റെ റിസൾട്ട്സ് എന്താണെന്ന് ചോദിക്കൂല, നിനക്ക് ഉറപ്പുണ്ടാ എന്നാ നീ ചെയ്തു. ആ ഒരു ലൈനായിരുന്നു, ആ ഒരു സാധനം എനിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നീ ചോദിക്കും. ഞാനിപ്പോൾ 2 ചോദ്യം ചോദിച്ചു, ഹാപ്പിയും സാഡ് മൊമെന്റ്സും ചോദിച്ചു. ഇനി നീ ചോദിക്കും. How fruitful was your whole year? Not the end, not what you did, not the podcast achievement. Other than that, how fruitful was your year? അത് ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്സിൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. നമ്മൾ ഈ സ്റ്റുഡിയോയുടെ പ്ലാൻ എനിക്ക് തോന്നുന്നു പോഡ്കാസ്റ്റ് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ്. ചെയ്യണമെന്നും പറയണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതിൻ്റെ പല സാധനങ്ങൾ കാരണം നമുക്കിത് സത്യത്തിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ഭയങ്കര മടിയനുമാണ് കേട്ടോ. ഭയങ്കര മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സാധനം എനിക്ക് തോന്നണം ചെയ്യണമെന്ന്, എന്നാലേ ഞാൻ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയും പിന്നെ ചെയ്താൽ പോരെ എന്നുള്ള ലൈനിൽ ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എടാ ആ സാധനം ഒന്നെടുത്ത് മാറ്റി വെക്കുമോ, കുറച്ച് കഴിഞ്ഞ് ചെയ്താൽ പോരെ. ഇതെല്ലാ ദിവസവും ഞാൻ എൻ്റെ ലൈഫിൽ കൺഫ്രണ്ട് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഗൈസ്. ഓക്കെ, അപ്പം അത് ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ എല്ലാത്തിനും ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കും. ഇപ്പം നാളെ നമ്മൾ തോറ്റു എന്നുള്ള സിറ്റുവേഷൻ വന്നാലും ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കും. പക്ഷെ അത് വല്ലാത്തൊരു കഴിവാണ് കേട്ടോ. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ അങ്ങനെയാണ്. ഇവിടെ ഉണ്ടാവാൻ പോണത് ഭയങ്കരമായിട്ടുള്ളൊരു ഭൂകമ്പ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ അപ്പുറം ഒരു സാധനം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെന്തായാലും നമുക്ക് വന്നേ പോകും. ലക്കി ഭാസ്കറിൽ പറയണമല്ല, ബിക്കോസ് ഹി ഈസ് എ കോമൺ മാൻ എന്നൊക്കെ. ഞാനല്ല എന്നുവെച്ചാൽ കോമൺ ഇന്ത്യൻ, അത് വേറൊരു അർത്ഥത്തിലാണ് ആ ഡയലോഗ് പറയുന്നത്. അത് ഇവിടെ കൊണ്ടുവന്ന് വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അല്ല പക്ഷേ എന്ത് സംഭവിച്ചാലും സഹിക്കുന്നു തന്നെയാണ് അതിന്റെ അത് പറഞ്ഞത്. എന്ത് സംഭവിച്ചാലും അതിനെ ഇന്ത്യൻ അതിന്റെ ഒരു വർക്ക് കൾച്ചർ, അവരുടെ ലൈഫ് സ്റ്റൈൽ, അങ്ങനെ കുറെ സാധനങ്ങൾ അതിന് ടാഗിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തൊന്നും പെടുന്നൊന്നുമില്ല. ഐ എം എ ഫക്കിംഗ് ലേസി പേഴ്സൺ. എനിക്ക് ആവശ്യമുണ്ടെങ്കിലേ ഞാൻ എൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുള്ളൂ. അത് വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നതാണെങ്കിലും എനിക്ക് ശരിയെന്ന് തോന്നണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യൂല. അതിന് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം അത് ഫ്രൂട്ട്ഫുൾ ആയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ മനസ്സിലാക്കി. ഈ എല്ലാവരും പറയാറുള്ളൊരു ഡയലോഗാണ്, ഈ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വെക്കലാണ് ഏറ്റവും പാടെന്നുള്ളത്. നമ്മൾ എന്തോരം തവണ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെ ഡിസൈനിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ചെയ്തിട്ടേയില്ല. പക്ഷെ ഒക്ടോബർ 19 രാവിലെ ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി. അതും ഒരു സ്ഥലം നോക്കാൻ പോയതിൻ്റെ ആണല്ലേ, സിനിമ കാണാൻ പോയത്. സിനിമ കാണാൻ പോയതാണെങ്കിലും അന്ന് സ്ഥലവും നോക്കാൻ പോയില്ല, അന്ന് സിനിമ കാണാനാണ് പോയത്. സിനിമ കാണാൻ പോയി പ്ലാൻ ഇട്ടു. നമ്മളിങ്ങനെ ഇന്നതാണ് ചെയ്യാൻ പോണത്, ഇങ്ങനെയാണ് ചെയ്യാൻ പോണത്, അന്ന് തൊട്ട് എടി ബഡ്ജറ്റ് എന്ത് വേണ്ടി, ബഡ്ജറ്റ് എത്ര വേണ്ടി എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടന്ന് ചോദിച്ചു തുടങ്ങി. അപ്പൊ പറഞ്ഞു തന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് സ്റ്റെപ്പില്
അതായത് നമ്മൾ ഏത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് അതേ ഉള്ളു പാട്. അത് നമ്മൾ പറയില്ലേ, ജിമ്മിൽ പോകാൻ നേരം ജിമ്മിന്റെ മെമ്പർഷിപ്പ് മന്ത്ലി എടുക്കുക. അത് ഒരു വർഷത്തേക്ക് നീ ഒരു 500 രൂപയുടെ ജിമ്മ് അല്ലെ 500 രൂപ പെർ മന്ത് വരുന്ന ജിമ്മിൽ പോകാതെ 2500 രൂപ പെർ മന്ത് വരുന്ന ഒരു ജിമ്മിലേക്കുള്ള സാധനം നീ ഒരു വർഷത്തേക്ക് കൊണ്ട് പൈസ അടച്ചിട്ടെന്ന് വെച്ചോ, ആ പൈസയുടെ പേര് പറഞ്ഞെങ്കിലും നീ എല്ലാ ദിവസവും ജിമ്മിൽ പോയിരിക്കുന്നുള്ളത്. ഞാൻ പോയിട്ടില്ല, ഞാൻ ഒരു വർഷത്തിന്റെ എടുത്തിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. അതിനൊക്കെ അഹങ്കാരം. അവിടെ ചോദിച്ചു പപ്പ അന്നൊക്കെ ഈ 500-800 എന്തൊക്കെയോ വെച്ചിട്ട് അതുപോലെയാണ് ആക്ച്വലി. ഇഫ് ഇറ്റ് ഈസ് യുവർ ഹാർഡ് ഏൺ മണി വിൽ യു ഗോ? ഓ, അത് പപ്പയുടെ ആയതുകൊണ്ടാണ് അല്ലേ? പിന്നെ അല്ലാതെ. എന്നാ ഇപ്പോഴും എല്ലാം ഞാൻ പപ്പയുടെ തന്നെ. അപ്പോഴോ പക്ഷെ ഇപ്പൊ ബോധ്യം വന്നിട്ടുണ്ട്, ചോദിക്കുമ്പോ കിട്ടൂല, സ്വന്തമായിട്ട് നീ ഉണ്ടാക്കി ജീവിക്കണമെന്നുള്ളത് കൊണ്ട് കഷ്ടപ്പെടും. അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞല്ല കേട്ടോ. പലതും നമ്മുടെ ഉണ്ട്. പപ്പ തന്നിട്ടുണ്ട്, എല്ലാവരുടെയും കൂടെ ഉണ്ട്. അമ്മ തന്നിട്ടുണ്ട്, നിന്റെ അമ്മ തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാരും തന്നിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അല്ല, ഒറ്റയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ചെയ്ത്. ഓക്കെ, അപ്പൊ അങ്ങനെയായിരുന്നു 2024. എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ PG കംപ്ലീറ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചാണ്. കാരണം പല കാര്യങ്ങൾ കൊണ്ടും. PG ഡിപ്ലോമ. ഞാനൊരു PG ഹോൾഡറാണ്. PG ഡിപ്ലോമയേ ഉള്ളൂ. ഓക്കെ, താഴെ എനിക്ക് PG എടുക്കാനുള്ള സമയമാവുന്നുള്ളൂ. ഞാൻ അടുത്ത സമയമാവുന്നുള്ളൂ. എന്തൊന്നും നീ മറ്റേ ഇത് വെച്ച് നോക്കിയായിരുന്നാ? കബഡി നോക്കിയായിരുന്ന? ഞാൻ നെക്സ്റ്റ് ഇയർ PGക്ക് ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ചുമ്മാതാണ്, ചെയ്യൂല ചെയ്യുമായിരിക്കും. എവിടെയെന്ന് അറിയാം, ഈ തിരുവനന്തപുരത്ത് ഏതെങ്കിലും മുക്കിലും കോണത്തിലുള്ള ഏതെങ്കിലും ഒരു കോളേജ്. എനിക്ക് പുറത്തുപോയി പഠിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. പേടിയില്ല, എനിക്ക് താല്പര്യമില്ല പുറത്തുപോയി പഠിക്കാൻ. ഇവിടെ എനിക്ക് 3 നേരം ആഹാരം കിട്ടും, ഞാൻ സുഖമായിട്ട് ഇവിടെ ഇരുന്ന് പഠിക്കണോ, അതോ ഞാൻ എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് അതിന്റെ കൂടെ? അതൊരു പോസിറ്റീവ് തിങ്കിങ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഗുഡ് തിങ് ആണ്. പക്ഷെ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കേ, എടാ നമുക്ക് സൈക്കോളജി പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് സ്പേസ് ഏതാ, ലൈക്ക് ഏത് കോളേജാ? അപ്പം ഞാനിരുന്ന് ആലോചിക്കുകയാണ്. ഞാൻ എന്നിട്ടിരുന്ന് വെറുതെ ഇന്ന സ്ഥലത്ത് ഇന്ന കോളേജ് ഉണ്ട്, ഇന്ന സ്ഥലത്ത് ഞാൻ എന്റെ കൂട്ടത്തിലൊരു ടാഗ് പറയാറുണ്ട്, തിരുവനന്തപുരത്ത് എന്ന് ഞാൻ പറയാറുണ്ട്. അത് അവൻ കേൾക്കാറില്ല, ചെവിയുടെ കുഴപ്പമാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പറഞ്ഞു എത്ര മിനിറ്റ് ആയി പോകുന്നുണ്ട് വിചാരം. ഇതൊരു ലാസ്റ്റ് എപ്പിസോഡാണ്, എന്ത് വേണേ പറഞ്ഞു. 2024 ലാസ്റ്റ് എപ്പിസോഡാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇതുവരെയൊക്കെ നിങ്ങൾ കണ്ടുന്നുണ്ടെങ്കിൽ ഗൈസ് ആർ എ ബിഗ് ഫാൻ ഓഫ് us. ഓണസ്റ്റ് ആയിട്ട് ഇതുവരെ നിങ്ങൾ കണ്ടുന്നുണ്ടെങ്കിൽ യു ഗൈസ് ആർ ബിഗ് ഫാൻസ്. അല്ല, ചില ടോപ്പിക്കുകൾ നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്താനും കൂടെയാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം കിണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു വർഷത്തെ ജേർണിക്കകത്ത് തന്നെ ഒരു വലിയ സംഭവം വേണമെങ്കിൽ പറയാം. അതെ, ഒരു സൈഡിൽ നിന്ന് വരുത്ത നമ്മളിങ്ങനെ തളർത്തി അവന്റെ വാക്കുകൾ കേട്ടിട്ട് അങ്ങനെയല്ല, മാക്സിമം ഈ ചൊറിഞ്ഞ് തളർത്താനുള്ള ഒരു ശ്രമം നടത്തുമല്ലോ. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. ഈ കൈയില്ലാത്തവൻ കൈ വെച്ചിട്ട് അടിക്കുമെന്ന് പറയൂലേ, ആ രീതിയില് മനുഷ്യനെ ചൊറിഞ്ഞ് എന്തെങ്കിലും. പക്ഷെ അവന്റെ ചില സമയത്ത് ചില സാധനങ്ങളൊക്കെ ഭയങ്കര ഐഡിയ ആണ്, ഭയങ്കര സ്ട്രൈക്കിങ്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ എടുത്ത് ഓക്കേ എന്നുള്ളത് പോലെയാണ്. പിന്നെ ഇറ്റ്സ് എ ഗുഡ് ഫ്രണ്ട്. അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ശരിക്കും എൻ്റെ ലൈഫിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുറെ പേരെ ഞാൻ ഫിൽട്ടർ ചെയ്തു. ഫ്രണ്ട്ഷിപ്പ് സർക്കിൾസ് ഭയങ്കരമായിട്ട് ഫിൽട്ടർ ചെയ്തൊരു വർഷമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വളരെയധികം ഫിൽട്ടർ ചെയ്തൊരു സംഭവമായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ ഭയങ്കര ആക്റ്റീവായിട്ട് കണ്ട പലരെയും ഈ വർഷം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരുപാട് പേര് പുറത്തോട്ട് പോയി. ഒന്നും ചെയ്തിട്ടില്ലല്ലോ കാര്യമായിട്ട്. എന്താ ചെയ്തിട്ടില്ല എന്നുള്ളതല്ല, ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഫിൽട്ടർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പോക്കും വരവും പുറത്തു പോകുന്ന കാര്യങ്ങളും ഇതല്ല, അതും ഒരുപാട് കുറവായിരുന്നു. വളരെ ആക്ച്വലി വിരലിലെണ്ണാവുന്ന പോക്കുകൾ മാത്രമേ പുറത്തു പോയിട്ടുള്ളൂ. അതിലിപ്പോ നേരത്തെ പൊക്കോണ്ടിരുന്ന ആൾക്കാർ, നേരത്തെ സംസാരിച്ചോണ്ടിരുന്ന ആൾക്കാർ. നീ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല, നിന്റെ ഒരു പോസ്റ്റില് നമ്മളിങ്ങനെ നിന്റെ വയറിൽ ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടില്ലേ, ആൾക്കാർ വിചാരിച്ചു നീ പ്രഗ്നന്റ് ആണ്. ആൾക്കാർ കുറെ പേര് ഇത് ഷെയർ ചെയ്തു. അത് പിന്നെയാണ് ഞാനും ആലോചിച്ചത്. ആക്ച്വലി പ്രഗ്നൻസി ഫോട്ടോയിൽ ആക്ച്വലി ഒരു കോമൺ സ്റ്റൈലായിരുന്നു. അല്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. നമ്മളെന്ത് ഉദ്ദേശിച്ച, ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് ആ ഒരു സമയത്ത് കൈ താഴെ ഇടുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഓക്കെ ശരി എന്നാ ഫ്രണ്ടിലേക്ക് വെക്കാം. ഇങ്ങനെ പിടിച്ചാലും കുഴപ്പമില്ല, അതാ ഉദ്ദേശിച്ചത്. പോസാണ് ഇവിടെ എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫോട്ടോ എന്റെ ഫോണിൽ കിടപ്പുണ്ട്. ആ ഒരു പോസ് മാത്രം വെച്ചിട്ടുള്ളത് അവന്റെ ഒരു സ്ഥിരം ശൈലിയാണത്. പക്ഷെ ആൾക്കാർ കറക്റ്റ് ഞാൻ സാരിയൊക്കെ കൊടുത്ത് നിൽക്കുന്നു, വലിയ മാലയൊക്കെ ഇട്ട് അങ്ങനത്തെ സെറ്റപ്പിൽ നിൽക്കണം.
എന്തൊക്കെ കേൾക്കണോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങള് ഇപ്പം നമ്മൾ ഈ പോഡ്കാസ്റ്റിന്റെ കുറെ സാധനങ്ങൾ ചെയ്തെങ്കിലും നമ്മളൊരു ലൈം ലൈറ്റിൽ ഭയങ്കര ഞാനാണെങ്കിലും എനിക്ക് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് വന്നിട്ടുണ്ടായിരുന്നു, ഓഫേഴ്സ് ഒന്നും എടുത്തിട്ടില്ല, ഒരു സംഭവം എടുത്തിട്ടില്ല. നല്ല റേറ്റിന് വന്നിട്ടുള്ള പല പരിപാടീസും ഉണ്ടായിരുന്നു, ഒന്നും പിടിച്ചില്ല. ചില സമയത്ത് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം വരാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, അത് ചെയ്തിരുന്നെങ്കിൽ അങ്ങനത്തെ വിഷമമല്ല, ചില സമയത്ത് നമുക്ക് ഇതിന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ ഈ ആങ്കർ ചെയ്യാനുള്ള സംഭവങ്ങൾ അല്ലാതെ ചെറിയ ചെറിയ പാട്ടിന്റെ സാധനങ്ങൾ അല്ലെങ്കിൽ ലൈക് ഷോസ് ആയിക്കോട്ടെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഓക്കെ വയ്യ, ഇങ്ങനെ സംഭവം ക്രൈറ്റീരിയാസ് പറയണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഐ വാസ് ലൈക്ക് നോ, I'm not doing it right now. പിടിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വേറെ ആരെങ്കിലും പിടിച്ചില്ല. ഞാൻ കുറെ പ്രൊമോഷണൽ ആക്ടിവിറ്റി കുറെ ചെയ്തിട്ടില്ല. എന്റെ ചാനലിൽ അല്ല, എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ ഞാൻ എന്റെ കൂട്ടത്തിലുള്ള കൊളാബ് ഇട്ടിട്ട് പോയിട്ടുള്ളതല്ലാതെ കൂടുതൽ കണ്ടന്റ്സ് ഒന്നും അവന്റെ ഇതിൽ പോയിട്ടില്ല. കാരണം ഞാൻ ഇതിലേക്ക് ഫോക്കസ്ഡ് ആയിരുന്നു. ഞാൻ കൊളാബറേഷൻസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സെലക്റ്റീവ് ആയിട്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഒരു മനസ്സിനൊരു എൻജോയ്മെന്റ് കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഏറ്റവും വലിയൊരു ശാപമായിട്ട് തോന്നിയൊരു കേസ് എന്താണെന്നറിയോ, വി ലുക്ക് ലൈക്ക് വി ഹാവ് സംതിങ്, ഓക്കെ, മണി ഉണ്ടെന്നുള്ളൊരു എവിടെയൊക്കെയോ ആൾക്കാർ അങ്ങനെ ചുമ്മാ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആൾക്കാർ മുഴുവൻ അങ്ങനെ, നിനക്കെന്താ പ്രശ്നം, നിങ്ങൾ വർക്ക് ചെയ്തെങ്കിൽ ഇങ്ങനെന്താ കുഴപ്പം, ഈ ചോദ്യമൊക്കെയാണ് വരുന്നത്. അല്ല, നമ്മുടെ ഡ്രസ്സിങ്ങും ബാക്കി സാധനം മാത്രമല്ല, നമുക്ക് റെഗുലർ ഇൻകം, ബാക്കി സീൻസ്, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ആൾക്കാരുടെ മറ്റേ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനെന്തോ മറ്റേത് ഇതിരിക്കുന്നു, ഇതിന്റെ ഇല കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ 500 നോട്ടാവും എന്നുള്ളത് പോലെയാണ് അവരുടെ സംസാരമൊക്കെ. ഞാൻ ചില സമയത്ത് ആലോചിച്ചിട്ടുണ്ട്, നമ്മളും നിങ്ങളെയൊക്കെ പോലെ തന്നെ ജീവിക്കാൻ വേണ്ടി പല കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ. പക്ഷെ കഴിഞ്ഞ 2024 എന്നെ സംബന്ധിച്ചിടത്തോളം കുറെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കുറെ സംഭവങ്ങളും ഒക്കെ. അതുപോലെ ഇങ്ങനെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന ആ ഒരു റെമ്യൂണറേഷൻ പല സാധനത്തിലും നമുക്ക് നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നൂടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒരുപാട് സ്ഥലത്തുനിന്ന് വരുന്നുണ്ടായിരുന്നു. അത് കുറെയൊക്കെ ചെയ്ത് കൊടുക്കേണ്ടിടത്ത് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ ഡിനൈ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പലയിടത്തും ഞാനുള്ള പറയല്ല, എന്റെ ബാനറിൽ ഇവളുടെ ഇതില് കൂടെ പോയിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഒരു ഒറ്റ വർക്ക് ഏപ്രിൽ കഴിഞ്ഞിട്ട്, ഏപ്രിലിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, കഴിഞ്ഞിട്ട് ഒരെണ്ണം പോലും ഞാൻ പിടിച്ചില്ല. ഏപ്രിൽ സമയത്തായിരുന്നു ഞാൻ സ്വാതി ഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ അതിന് കൺസിഡർ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരൊറ്റ ഓപ്പൺ പ്രോഗ്രാംസ് ചെയ്തിട്ടില്ല. നമ്മുടെ ഒരുപാട് ഈ മറ്റേ സെലിബ്രിറ്റീസിനെയും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സിനെയും മാർക്കറ്റ് ചെയ്യാനുള്ള ഒരുപാട് വർക്കുകൾ നമുക്ക് വന്നതാണ്. ഞാൻ അത് പിടിച്ചിട്ടില്ല. അങ്ങനെ അത് പിടിക്കാത്തതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് മാറണം എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ കിടക്കുന്ന ഒരു പോയിന്റ് ഫോക്കസ് ഉണ്ടല്ലോ, അതിലേക്ക് എത്തുന്നത് വരെ ഉള്ള മറ്റേ ഒരു പ്യൂപ്പ. ഇതിലേക്ക് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ചെയ്യാൻ റെഗുലർ ആയിട്ട് വർക്കുകൾ വരും. അത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് പോകണം. അപ്പൊ ഇത് വേണോ അത് വേണോ ചെയ്യാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മളൊന്നും ചെയ്തില്ല, ഒന്ന് വിട്ടുപിടിച്ചു. വെരി ഹാർഡ് ഡിസിഷൻ. കാരണം നമുക്ക് കുറച്ച് അതൊരു സീൻ സാധനം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു ഒക്ടോബറിന് മുമ്പ് തൊട്ട് തന്നെ ഇത് തുടങ്ങി, സ്റ്റഡീസിന്റെ കാര്യങ്ങൾ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഫ്രീ ആവുന്നത് എനിക്ക് തോന്നുന്നു ഡിസംബർ ഒരു ഫസ്റ്റ് വീക്കിലാണ്. ഡിസംബർ 1 തൊട്ടാണ്, നവംബർ 30 കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഫ്രീ ആവുന്നത്. അത് കഴിഞ്ഞിട്ടും പിന്നെ ക്രിസ്മസ് അല്ലേ, ക്രിസ്മസിൻ്റെ വർക്ക്സ് എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാട്ടും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ആയിട്ടുണ്ട്. ഡിസംബറിലെ നമ്മുടെ ഫോണാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ സോങ്സ് എല്ലാം ഓൺ എയർ വന്നിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക, കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. യെസ്, അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ടോട്ടലി ജേണി. അല്ല, ഇനി ഈ വർഷം പഠിച്ചതായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം, ഞാൻ എന്നെ കുറെ കൂടെ റിഫൈൻ ചെയ്തു എന്നുള്ളത് ഒരു വലിയ സംഭവമായിട്ട്, ലൈക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഫ്രണ്ട്ഷിപ്സ്, ഒന്ന് എൻ്റെ ടോക്സ് കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഞാൻ ഒരു പരിധി വരെ റിഫൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ ഇങ്ങനെ തിങ്ക് ചെയ്ത് വെച്ചു. നേരത്തെ എല്ലാം ഭയങ്കര ലൈക്ക് ഓൺ ദ സ്പോട്ട്, ഇപ്പം തോന്നുന്നത് അപ്പം ചെയ്യാന്നുള്ളൊരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈവൻ അങ്ങനൊന്നുമില്ല. ഈവൻ ആ മ്യൂസിക് വീഡിയോ വരെ, ആ മ്യൂസിക് വീഡിയോയും ആ പാട്ടും അതെല്ലാം വളരെ പെട്ടെന്ന് സ്വിഫ്റ്റ് ആയിട്ട് എടുത്ത ഡിസിഷൻ ആയിരുന്നു. ഈ പാട്ട് ചെയ്യാം, ഓക്കെ ഇതിന്റെ ട്രാക്ക് ചെയ്യാൻ പറഞ്ഞു, സംഭവം എടുത്തു.
ഫസ്റ്റ് ഈ പാട്ട് അധികം കുറെ കാലമായി മാറിയിട്ടിരിക്കുന്നു ഒന്നും നമുക്ക്. ഇനി 2 സോങ് ചോയ്സ് ഉണ്ടായിരുന്നു, അപ്പങ്ങളമ്പാടും പിന്നെ മറ്റേതും കൂടെ ഒരു ചോയ്സ്. അപ്പങ്ങളായിരുന്നു ഇവർക്ക് കുറച്ചും കൂടെ ചെയ്യണമെന്ന് ആഗ്രഹം. അല്ല അപ്പങ്ങളമ്പാടും ചെയ്യാനാണ് നമ്മൾ ഡിസൈഡ് ചെയ്തത്. പെട്ടെന്നാണ് ഞാൻ ഈ ഒത്തൊരുമിച്ചൊരു ഗാനം എടുക്കാന്ന് പറഞ്ഞത്. ഈ ടൈപ്പ് സോങ്സ് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ IFFK പെർഫോം ചെയ്തു. അതിനുശേഷമാണ് ഈ ഒരു സംഭവം വന്നത്. അതാണെന്ന് തോന്നുന്നു എന്റെ ലാസ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞിട്ടാണോ സ്വാതി ഫെസ്റ്റ് ചെയ്തത്? അത് കഴിഞ്ഞിട്ടാണ് സ്പോർട്സ് ഫെസ്റ്റിവൽ വന്നത് ജാനുവരി. അത് നീ ചെയ്തായിരുന്നു, നീ ഉണ്ടായിരുന്നു ആ സമയത്ത്. ലാസ്റ്റ് ഇയർ നല്ല സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ വർഷം വന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷം ട്രിവാൻഡ്രത്ത് സ്റ്റേജ് പ്രോഗ്രാംസ് ഇല്ലായിരുന്നു. അത് വേറൊരു ഫാക്ട് ആണ്. അല്ല ഞാൻ സ്റ്റേജ് ആ സ്റ്റേജ് ഓണം വാസ് ഡ്രൈ ബിക്കോസ് ഓഫ് വയനാട് തിങ്. എല്ലാം കൊണ്ടും ഒരു ട്രിവാൻഡ്രം എന്നല്ല, കേരളം മൊത്തത്തിൽ ഒരു ഡ്രൈ അവസ്ഥയിൽ കൂടെയാണ് ആക്ച്വലി കടന്നു പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ അതിനേക്കാളും സൂപ്പർ ഡ്രൈ ആയിരുന്നു. അതെ, വി ചോസ് ടു ബി ഡ്രൈ. മടി പിടിച്ചിങ്ങനെ നമ്മൾ തന്നെ പോസ്റ്റ്. ഞാൻ പഠിച്ചൊരു പാഠം എന്താണെന്നറിയോ? ഉസൈൻ ബോൾട്ടിന്റെ ഡയലോഗാണ്. ഞാൻ അതാ ഇപ്പൊ ഒന്ന് എനിക്ക് കൃത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഫോണിലെടുത്ത് നോക്കിയത്. അതായത് ഡ്രീംസ് ആർ ഫ്രീ, ഗോൾസ് ഹാവ് കോസ്റ്റ്. ഗോൾസ് ആർ റിയലി കോസ്റ്റ്ലി. അത് പഠിച്ചൊരു വർഷമാണ് മോനെ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമുണ്ട്, ലൈക്ക് ഗോൾസ് സ്വാഭാവികമായിട്ടും കോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും വിൽ ഗെറ്റ് എ റിസൾട്ട് ഇഫ് യു ആർ വർക്കിംഗ്. അത് കൺഫേം ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്നം കാണാൻ എൻ്റെ ഇഷ്ടമാണ്. ഒരു കാശും കൊടുക്കണ്ട, രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാം, ഒരു പ്രശ്നമല്ല. ഈ കണ്ടോണ്ടേയിരുന്നോ സീനില്ല. പക്ഷേ ഗോൾസിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാക്കിക്കോ അതിന് അതിൻ്റെതായിട്ടുള്ള കോസ്റ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് മണി മാത്രമല്ല, ഇറ്റ്സ് യുവർ ഹാർഡ് വർക്ക്, ഇറ്റ്സ് യുവർ ടൈം ഒരു വലിയ ബ്ലഡ് ആൻഡ് സ്വെറ്റ്, എവരിതിങ് ഈസ് there. സോ 2024 ഈ അവസാന എപ്പിസോഡ് നമുക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. 2024 നിന്റെ ഏറ്റവും ഫേവറേറ്റ് മൂവി? എനിക്ക് തോന്നുന്നു ലക്കി ഭാസ്കർ. ഇപ്പൊ ഏറ്റവും അവസാനം കണ്ടതിൽ എനിക്ക് തോന്നുന്നു ലക്കി ഭാസ്കർ. ഇത് കൂടുതൽ എക്സ്പ്ലനേഷൻ പോണ്ട, ഒറ്റ ആൻസർ പറഞ്ഞു. ഒറ്റ ആൻസർ? ആ ശരി, എന്നാ ലക്കി ഭാസ്കർ. നിന്റെ അറിഞ്ഞൂടാ. എടാ ലക്കി ഭാസ്കർ അല്ല എൻ്റെ ഫേവറേറ്റ് ഏട്ടാ, വേറെ ഒരെണ്ണമാണ്. കാരണം ഞാനത് കിഷ്കിണ്ടാകാന്ത സൂപ്പർ. എൻ്റെ മോനെ, എനിക്ക് യൂഷ്വലി ഒരു സംഭവം ഉണ്ട്. ശരി, എന്നാ ഫേവറേറ്റ് യൂട്യൂബർ ഇൻ 2024? എനിക്ക് വേറെ ആരും ഇല്ല, എനിക്ക് പേളിയേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമല്ല, ബിക്കോസ് ഷീസ് എ പോഡ്കാസ്റ്റർ. എനിക്ക് അവരെ ബീറ്റ് ചെയ്യണം, എനിക്ക് ഇഷ്ടമല്ല. സോ അതുകൊണ്ട് മൈൻഡില്ല. നമ്മുടെ കോമ്പറ്റീഷനിലുള്ള ആൾക്കാരാണ്. പിന്നെ പ്രവീൺ പ്രണവ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഫേവറേറ്റ് യൂട്യൂബർ അങ്ങനെ ഒരാളില്ല. നീ തന്നെയാണോന്നൊക്കെ? ഷിയോൺ സജീവ് മ്യൂസിക് മതിയോ? ഫേവറേറ്റ് വേറെന്താ? എന്ത് തേങ്ങ ഫേവറേറ്റ് നീ ചോദിക്കാനാ? The best place you visited in 2024? വലുതായിട്ട് വിസിറ്റ് ഒന്നും നമ്മൾ ചെയ്തില്ലല്ലോ. എവിടെ പോയില്ലല്ലോ. എവിടെ പോയി? അങ്ങനെ പോവാത്തൊരു സ്ഥലം എന്ന് പറയാൻ ഏതാ? ട്രിപ്പിൾ കുറവായിരുന്നു. ഡൽഹി പോയില്ലേ? ഡൽഹി ആക്ച്വലി ഇപ്പോൾ ഈ എപ്പിസോഡ് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഡൽഹിയിലായിരിക്കും. പക്ഷെ നമ്മളത് നേരത്തെ എടുത്തേക്കുവാണ്. പക്ഷെ ഇത് റിലീസ് ചെയ്യുന്ന ടൈം എന്ന് പറയുമ്പോൾ വിൽ ബി ഇൻ ഡൽഹി. തണുത്ത് വിറക്കുന്ന ഡൽഹി എന്നാണ് പറയപ്പെടുന്ന റിപ്പോർട്ട്സ്. അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തണുത്ത് വിറക്കണം. എന്ന് പറയുന്ന ഒരു കാറ്റ് എന്തോ വീശുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ വിൽ ബി എക്സ്പീരിയൻസിങ് ദ മോസ്റ്റ് കോൾഡ് വെദർ ഇൻ ദിസ് ഇയർ. നീ ആ മൈക്കിലേക്ക് ഇടിക്കാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. ഞാൻ പിടിച്ചു വെച്ചിട്ടുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ 2024 പോയിട്ടുണ്ടായിരുന്നത്. 2025 ഏറ്റവും നല്ലതായിരിക്കട്ടെ എന്ന് എനിക്ക് തന്നെ വിഷ് ചെയ്യുന്നു. I wish God helps me to have a fruitful 2025 more than 2024, which I took a break for myself. ഇനി 2025 എൻ്റെ മടിയൊക്കെ മാറി ഞാൻ തന്നെ പണിയെടുത്ത് തുടങ്ങട്ടെ എന്ന് എനിക്ക് തന്നെ ഒരു ആശംസ നേരുന്നു. ഗുഡ്, കൊള്ളാം. ചുമ്മാ ആയിരുന്നു പറഞ്ഞൂടെ. എടാ ഞാൻ ഉള്ള കാര്യം പറയാം. അതായത് നമ്മൾ ഈ പറയുന്ന ഈ മോട്ടിവേഷൻ സാധനം ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണോ നിങ്ങൾ പണിയെടുക്കുക. അതിൽ നിങ്ങൾ ഈ മറ്റ് സംഭവങ്ങളിലോ എന്തിലാണെങ്കിലും അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് പണിയെടുക്കുക. പണിയെടുത്ത റിസൾട്ട് കിട്ടും. പണിയെടുക്കാതെ ഒരു മക്കളും പണിയെടുത്ത റിസൾട്ട് ഉണ്ടാക്കും. ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ടിൽ ദിസ് പോയിന്റ് ഓഫ് ടൈം. പറയാനുണ്ട്, സ്പോട്ടിഫൈയിലാണെങ്കിൽ ഫോളോ ചെയ്യുക. പിന്നെ ഫോളോ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് റേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. കാരണം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫോളോവേഴ്സ് കയറുന്നുണ്ട്. നമുക്ക് വലിയ നമ്പർ ഒന്നുമല്ല. അതിൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു 2K സബ്സ്ക്രൈബേഴ്സ് ആയതിന് എന്തിനാണ് ഇത്രയും ഒരു പോസ്റ്റ് ഇട്ടതെന്നൊക്കെ.
10 പോലും. എനിക്ക് ഒരു വീഡിയോ ഒരാൾ ഞാനിങ്ങനെ നോക്കാറുണ്ട് ഓരോ വീഡിയോസിന്റെ റീഡിങ്ങും. അപ്പം ഒരു വീഡിയോയിൽ നിന്ന് എനിക്ക് ഒരു സബ്സ്ക്രൈബർ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് വേറെ മൂഡാണ്. സത്യമായിട്ടും നമുക്കിപ്പോൾ യൂട്യൂബിലാകെ എനിക്ക് തോന്നുന്നു 2K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് ആ ഒരു 2-3 ഇടയിലാണ്. സ്പോട്ടിഫൈയിൽ നമുക്ക് സബ്സ്ക്രൈബർ കൗണ്ട് അല്ല ബേസിക്കലി, അതിൽ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ കാര്യമുള്ള കേസൊന്നുമല്ല. അതിങ്ങനെ ഒരു ഇതിൽ കിടക്കണം. അത് നമ്മൾ എങ്ങനെ പോയാലും ഒരു 3 to 4 അടുത്ത് നമ്മൾ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സാണ് അതിനകത്ത്. അതിൽ നമ്മളുണ്ട്, നമ്മുടെ ആൻഡപ്പൻ ടോക്കീസിനുണ്ട്. പക്ഷെ റേറ്റിംഗ് ഭയങ്കര കുറവാണ്. ഇതുവരെ ചെയ്തിട്ടുള്ള 21 പേര് 22 പേരെന്തോ ആണ്. ആ 22 പേര് നമുക്ക് 5 സ്റ്റാർ തന്നെയാണ് തന്നിരിക്കുന്നത് കേട്ടോ, വിച്ച് ഇസ് വെരി ഗുഡ്. താങ്ക് യു. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ കയറുന്ന ഫോളോവേഴ്സിനൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ വിട്ടുപോകുന്നതായിരിക്കും, അവർക്ക് അറിയില്ല. നമുക്ക് റേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആരും അങ്ങനെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. അത് ചെയ്യുക. കണ്ടോ, ഇവർക്ക് തന്നെ ഉറക്കം തന്നെ. പിന്നെ ഈ പോഡ്കാസ്റ്റ് ആരും ഇതുവരെ ഇരുന്ന് കാണുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിർത്തേ കുറെ നേരമായി ലോങ് ഫോർമാറ്റ് വീഡിയോസ് ചെയ്യാൻ പഠിക്കണം. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നീ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ആൾക്കാരെ 2 മിനിറ്റ് കഴിയുമ്പോൾ ബോറടിച്ച് എണീറ്റോ. ഞാനും കൂടെ ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ ഇതുവരെ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാക്കി തന്നെ കാണാം വിചാരം. കഴിഞ്ഞൊരു വർഷം എന്തോ വീട്ടിൽ കുത്തിയിരുന്നത്. ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ 2 ഒറിജിനൽ സോങ്സ് ഈ സ്പോട്ടിഫൈയിലും എല്ലാ പ്ലാറ്റ്ഫോംസിലും കയറിയിട്ടുണ്ട്. എന്റെ പാട്ട് റിലീസ് 6.5 lakhs കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ കയറി ഇന്റേൺഷിപ്പ് ജേർണലിസ്റ്റിക് ആ ഒരു സംഭവത്തിൽ പോയിട്ടുണ്ട്. ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ എന്താണ് സംഭവം എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, റിപ്പോർട്ടർ ആക്ച്വലി ആർക്കും അങ്ങനെ ഇന്റേൺഷിപ്പ് ഒന്നും കൊടുക്കാത്തതാണ്. അവിടെ ആകെ ഞാൻ മാത്രമാണ് ഇപ്പൊ ഈ വർഷം ഇന്റേൺഷിപ്പിന് കയറിയിട്ടുണ്ടായിരുന്നത്, ഒൺലി മീ. അങ്ങനെ കയറി അവിടെ നിന്ന് വളരെ സക്സസ്ഫുൾ ആയി അത് പൂർത്തിയാക്കി. എല്ലാവരുമായിട്ട് കമ്പനിയായിട്ട് അടിയൊന്നും ഉണ്ടാക്കാതെ മാനമര്യാദയ്ക്ക് ഞാൻ തിരിച്ചിറങ്ങി. എൻ്റെ PG ഡിപ്ലോമ ഞാനതിൽ കംപ്ലീറ്റ് ചെയ്തു. പരീക്ഷ ഒരു 10-20 പരീക്ഷ ഞാൻ എഴുതി കുത്തിയിരുന്നത്. ഇതെല്ലാം ഞാൻ ചെയ്തു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ വാസ് എ ലോട്ട് ഓഫ് അച്ചീവ്മെന്റ്സ്. ബട്ട് ദെൻ ഫോക്കസ് ചെയ്യേണ്ട ഗോൾസിലേക്ക് ഫോക്കസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് മടി പിടിച്ചൊരു മൂലയ്ക്ക് കുത്തിയിരിക്കുകയായിരുന്നു. മനഃപൂർവ്വമായി എടുത്ത ബ്രേക്കാണ്. അതിൽ നിന്ന് അതിനൊക്കെയുള്ളതാണ് ഈ 2025 വരാൻ പോണത്. നിങ്ങൾ കണ്ടോ? ഇനി ഷിയോന്റെ താണ്ഡവമാണ് അത്ര സീനായിരിക്കും. പക്ഷെ ഇവള് പറഞ്ഞ ഒരു പോയിന്റിനെ കുറച്ചും കൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്താണ് എനിക്കിതിൽ കൺക്ലൂഡ് ചെയ്യാനുള്ളത്. അതായത് നമ്മൾ ഈ വലിയ വലിയ അച്ചീവ്മെന്റ്സിലൊക്കെ പോകുന്നില്ലേ, അതിലൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ചെറിയ ചെറിയ സാധനങ്ങൾ നോക്കി നോക്ക്, അത് ഒരുപാട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം കൂടെ കൂട്ടി വെക്കുമ്പോൾ ഒരു വലിയ അച്ചീവ്മെന്റ് നിങ്ങൾക്ക് എന്തായാലും ലൈഫിലുണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഡയലോഗ് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഡ്രീംസ് ആർ വെരി ഫ്രീ ഓഫ് കോസ്റ്റ്, പക്ഷേ ഗോൾസ് ആർ വെരി കോസ്റ്റ്ലി. അത് നമ്മുടെ ടൈം ആയിരിക്കാം, നമ്മുടെ പല സംഭവങ്ങളായിരിക്കാം, മണി ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. സോ അത് ചെയ്തേ പറ്റുള്ളൂ. ആ കോസ്റ്റ് ചെയ്താലേ കിട്ടുള്ളൂ. റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പണിയെടുത്താലേ പറ്റുള്ളൂ. വി ഹാവ് ടു ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റിട്ടേൺസ് ഉണ്ടാവുള്ളൂ. ബേസിക് തിങ്. എൻ്റെ ഒരു 2025 അച്ചീവ് ചെയ്യണം എന്നുള്ള ഡ്രീം അല്ല. പക്ഷെ എന്നാലും സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും എല്ലാം ഭയങ്കരമായിട്ട് കൂട്ടണം എന്ന് ആഗ്രഹമുണ്ട്. നല്ല നല്ല എപ്പിസോഡ്സ് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുണ്ട്. ടോക്ക് വിത്ത് ദ സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു പുതിയ പ്ലേലിസ്റ്റ് നമ്മൾ കൊണ്ടുവരാനായിട്ട് ഇരിക്കുകയാണ്. അത് പക്ഷേ ഈ സമയത്ത് കൊണ്ടുവരില്ല. ഏതെങ്കിലും സ്റ്റാറുകൾ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ അപ്രോച്ച് ചെയ്യാം. ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു സ്റ്റാർ അപ്രോച്ച് ചെയ്യില്ല. സ്റ്റാർ എന്ന് പറയുന്നവനെയും ഭയങ്കര ജാടയായിരിക്കും. അവൻ ഒരുത്തൻ്റെ അടുത്ത് വിളിച്ചിട്ട് ബ്രോ എനിക്ക് ഞാൻ നീ വിളിക്കുമ്പോ വരണില്ലേ. സോ ഗൈസ് ഡു സബ്സ്ക്രൈബ്. ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ വലിയ സന്തോഷം. അവിടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തേ പറ്റുള്ളൂ. ഇഷ്ടം എന്നാലും ഞങ്ങൾ രക്ഷപ്പെടും. ചെയ്തിട്ട് പോവാ. അങ്ങനെ തോന്നാം. അങ്ങനെ തോന്നിയാൽ ചെയ്യരുത്. ഒരു നമ്മളെന്തോരം പേര് നമ്മൾ പാവങ്ങളല്ലേ പോട്ടെ എന്ന് പറഞ്ഞു വിടുന്നില്ലേ, അതുപോലെ നമ്മളെയും സഹായിക്കാന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളൂ. So thank you guys. Chill kupichil. Love you all.